നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. കടവല്ലൂരിൽ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറും വിനോദയാത്ര പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും 108 ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും കൂദാശ നടത്തി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം നടന്ന ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ അഫ്രൈം അന്തിക്കാട്, വൈദികരായ ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. സഭ അൽമായ ട്രസ്റ്റി ഗീവർ മാണി, CSI ചാലിശ്ശേരി ഇടവക വികാരി ഫാദർ ജോൺ, ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അബ്രഹാം എന്നിവർ സംസാരിച്ചു. പള്ളി സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, മീഡിയ കൺവീനർ ബെന്നിമോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും കൂദാശാകർമ്മത്തിന് നേതൃത്വം നൽകി. KSU വേലൂർ മണ്ഡലം സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSU മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ഷാജു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് മുഖ്യപ്രഭാഷണം നടത്തി. KSU ജില്ലാ കമ്മിറ്റി അംഗം KM ഘനശ്യാം, ജില്ലാ സെക്രട്ടറി റാഷിദ്, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വളർക്കാട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി VJ അലോഷ്യസിനെയും സെക്രട്ടറിയായി MS അനന്തനെയും തിരഞ്ഞെടുത്തു. കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാനും മുസ്ലിം ലീഗ് നേതാവുമായ EP കമറുദ്ദീൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 6:30-ക്കായിരുന്നു അന്ത്യം. തൃശൂർ റോഡിലെ വസതിയിലെ പൊതുദർശനത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. ഉച്ചയ്ക്ക് ശേഷം ട്രഷറി റോഡിലുള്ള ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി വയ്ക്കും. ഖബറടക്കം ഉച്ചതിരിഞ്ഞ് 3:30-ന് കേച്ചേരി വെട്ടുകാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. 2025-ലെ ഭരത് PJ ആന്റണി ദേശീയ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരം നേടിയ കണ്ണൻ തിരുത്തിനെയും മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ മാസ്റ്റർ ദേവദത്തിനെയും ആദരിച്ചു. എരുമപ്പെട്ടി തിയേറ്റർ എത്തിക്സും പാത്രമംഗലം തോന്നലൂർ ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KK അബൂബക്കർ മുഖ്യാതിഥിയായി. തിയേറ്റർ എത്തിക്സ് പ്രസിഡന്റ് VN അനിൽ അധ്യക്ഷനായി. MP പ്രകാശ്, ജലീൽ ആദൂർ, TM വേണു, അഡ്വക്കേറ്റ് VN രാമൻ, ജഗൻ പാത്രമംഗലം, സുനിൽ ചൂണ്ടൽ, TG ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ പട്ടിക്കാട് മരിയൻ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ആര്യമ്പാടം യാക്കോബായ കത്തീഡ്രലിൽ കുർബാനയ്ക്ക് ശേഷം പട്ടിക്കാട് മരിയൻ വീട്ടിലെത്തിയ യൂണിറ്റ് അംഗങ്ങൾ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി യൂണിറ്റിലെ സീനിയർ അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് CM സജീവൻ, ട്രഷറർ CK ചെറിയാൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. യൂണിറ്റ് സെക്രട്ടറി PU എഡ്വി, ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ജോസ്, ട്രസ്റ്റ് ഇൻചാർജ് സംഗീത എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിക്ക് കീഴിലെ നടുപ്പന്തി സെന്റ് മേരീസ് കുരിശുപള്ളി പെരുന്നാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരവും നേർച്ച വിളമ്പും നടന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, കൺവീനർ VG ജോയ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR ലിസ്റ്റിൽ പേര് ചേർക്കൽ ക്യാമ്പ് നടത്തി. വെള്ളർക്കാട് അജ്നം CSC സെന്റർ ജനസേവാ കേന്ദ്രത്തിന്റെ
സഹകരണത്തോടെയാണ് മരത്തംകോട് UP സ്കൂളിൽ വെച്ച് SIR ക്യാമ്പ് നടത്തിയത്. 18-ാം വാർഡ് കോൺഗ്രസ് പ്രതിനിധികളായ റഫീഖ് ഐനിക്കുന്നത്ത്, സിന്ധു മണികണ്ഠൻ, രഞ്ജു മാസ്റ്റർ, മണികണ്ഠൻ, വിഷ്ണു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പ്രദേശവാസികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അണലിയെ പിടികൂടി. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് 6 അടിയോളം നീളമുള്ള അണലിയെ സ്റ്റേഷനകത്തു നിന്ന് പിടികൂടിയത്. പുലർച്ചെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരിനെ വിവരം അറിയിച്ചു. തുടർന്ന് അദ്ദേഹം എത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. കുന്നംകുളം തെക്കേപ്പുറം ശ്രീ മാക്കാലിക്കാവ് മഹാകാളി ക്ഷേത്രത്തിലെ ശാന്തിമഠം, ഓഫീസ്, അന്നദാനപുര എന്നിവയുടെ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി മനീഷ് ഭദ്രൻ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി കർണംകോട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ് മുഖ്യാതിഥിയായ യോഗത്തിൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കൃഷ്ണകുമാർ വാഴപ്പുള്ളി, ക്ഷേത്രം ഊരാളൻ സുരേഷ് വടക്കത്ത്, ട്രഷറർ മഹേഷ് മുത്താളി, AS ശ്രീജിത്ത്, അനൂപ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന എയ്യാൽ ശ്രീകാർത്തിയായനി ദുർഗാ ഭഗവതി ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ പ്രധാന കട്ടിളവെപ്പ് നടന്നു. 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. 2ാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി ഇടമനയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തജനങ്ങളും കട്ടിളവെപ്പ് ചടങ്ങിൽ പങ്കെടുത്തു. ചുറ്റമ്പലത്തിന്റെ പ്രധാന കട്ടിളയടക്കം കരിങ്കല്ലിൽ നിർമ്മിച്ച 7 കട്ടിളകളിൽ പേരു വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഒരു ഭക്തനാണ് പ്രധാന കട്ടിള ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെയും വിദേശത്തും സ്വദേശത്തുമുള്ള ഭക്തരുടെയും നിർലോഭമായ സഹകരണത്തിലാണ് 1 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചുറ്റമ്പലത്തോടൊപ്പം ബലിക്കൽപുര, മണിക്കിണർ, തിരുമുറ്റം എന്നിവയും നവീകരിക്കുന്നുണ്ട്. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാനും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റുമായ AV ബാലൻ, കൺവീനർ ചെമ്പകശ്ശേരി സേതുമാധവൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളാണ് നേതൃത്വം നൽകുന്നത്. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തെണ്ടൻ അട നിവേദ്യം നടത്തി. വളർത്തുമൃഗങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത്. വളർത്തുമൃഗങ്ങളായ പശു, ആട്, എരുമ തുടങ്ങിയ നാൽക്കാലികൾക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുന്നതിനായാണ് ഭക്തർ ക്ഷേത്രത്തിലെ ഉപദേവനായ തെണ്ടൻ സ്വാമിക്ക് അടനേദ്യം സമർപ്പിക്കുന്നത്. സ്ത്രീകൾ തെങ്ങിൻ പച്ചോല വെട്ടിയെടുത്ത് ഈർക്കിൽ മാറ്റി വൃത്തിയാക്കി പച്ചരിയും ശർക്കരയും നാളികേരവും ഉരലിൽ ഇടിച്ച് പാകപ്പെടുത്തി ഓലയിൽ തേച്ച് പിടിപ്പിച്ച് ഈർക്കിൽ കൊണ്ട് തുന്നിക്കെട്ടിയാണ് അട ഒരുക്കുന്നത്. അത്താഴപൂജയ്ക്ക് മുന്നേ ക്ഷേത്രത്തിന് പിറകുവശത്ത് തയ്യാറാക്കിയ കല്ലിന്മേൽ ശ്രീകോവിലിൽ നിന്നും കത്തിച്ച ഓലച്ചൂട്ടുകൊണ്ട് തല്ലി വേവിച്ചാണ് നേദ്യം ചുട്ടെടുക്കുന്നത്. നിരവധി ഭക്തർ എത്തിച്ചേർന്നു. നാളെ നടക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തോടെ ഈ വർഷത്തെ ചടങ്ങുകൾക്ക് സമാപനമാകും. വടക്കേകാട് കൗക്കാനപ്പെട്ടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറ്റം നടത്തി. ക്ഷേത്ര മേൽശാന്തി മനോജ് ആലപ്പുഴയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം നടത്തിയത്. തുടർന്ന് ചുറ്റുവിളക്കുമുണ്ടായി. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലായാണ് തൈപ്പൂയ മഹോത്സവവും ഗോളക സമർപ്പണവും നടത്തുന്നത്. പട്ടാമ്പിയിൽ നടന്ന വുഷു കുംഫു കിഡ്സ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജുഗൽ ചന്ദ്രയെ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് നമ്പഴിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ് മറ്റം പൊന്നാടയണിയിച്ചു. സെക്രട്ടറി അശ്വിൻ നമ്പഴിക്കാട് അധ്യക്ഷനായി. ട്രഷറർ സിജിത്ത് നമ്പഴിക്കാട്, വിഷ്ണു ആനായ്ക്കൽ എന്നിവരും പങ്കെടുത്തു. NSS വെള്ളാറ്റഞ്ഞൂർ കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ അധ്യക്ഷനായി. ദീർഘകാലം കരയോഗം പ്രസിഡന്റായി പ്രവർത്തിച്ച കലാസാംസ്കാരിക പ്രവർത്തകനും കൂടിയായ MGS നായരെ യോഗത്തിൽ ആദരിച്ചു. പുതിയ കരയോഗം പ്രസിഡന്റായി ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, സെക്രട്ടറി KS ബാബു, വൈസ് പ്രസിഡന്റ് VK പ്രമോദ് ഉൾപ്പെടെ 11-അംഗ കരയോഗം ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,355 രൂപ, സ്വർണം പവന് 1,06,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 305 രൂപ. ചർമ്മം
എരുമപ്പെട്ടി നെല്ലുവായി കൊട്ടേക്കാട് വീട്ടിൽ പരേതനായ അബ്ദുൾ ഖാദറിന്റെ ഭാര്യ സുബൈദ നിര്യാതയായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം എരുമപ്പെട്ടി ജുമാ മസ്ജിദിൽ നടത്തി. ലോട്ടറി വിൽപ്പനക്കാരനായ സലീമിന്റെ മാതാവാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് കളത്തിൽ ടൂറിസ്റ്റ് ഹോമിന് എതിർവശത്ത് താമസിക്കുന്ന ഇരിങ്ങാലക്കുട സ്വദേശി നടവരമ്പ് തെക്കേടത്ത് രാധാകൃഷ്ണ മേനോൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നടത്തും. കമലാക്ഷിയമ്മ ഭാര്യയും നന്ദകുമാർ മകനുമാണ്. പുന്നീർകുളം പ്രസ് ക്ലബ് അംഗം മെട്രോ വാർത്താ ലേഖകൻ സുധാകരന്റെ മാതാവ് കടിക്കാട് ചെറുവത്താട്ടയിൽ അമ്മിണി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തി. പരേതനായ കൃഷ്ണൻ ഭർത്താവാണ്. ഷാജി, തങ്കമണി, അജിത, ഷീജ എന്നിവർ മറ്റു മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.